Then we'll go for an ECG and a scan if necessary. എന്താണ് ഇവിടെ? ഇവിടെയോ? ഇവിടെ നല്ല നാടൻ ചീരയുടെ വിത്ത് കിട്ടുന്ന കേട്ടിട്ട് വന്നതാ. പിന്നെ ഞങ്ങളുടെ കയ്യില് കുറച്ച് കുമ്പളങ്ങ വിൽക്കാനും ഉണ്ട്. ശേഖരന് വേണാവോ? ചത്തിട്ടില്ല താനൊന്നും അല്ലേ? വിത്തം കൂടി ചേർത്ത തന്റെ കഴുത്തുണ്ടല്ലോ, എന്റെ 2 വിരലില്ല. നീലകണ്ഠന്റെ ഭാര്യ. ഇവിടെ എവിടേക്കാ ഒന്നുകൊണ്ടിൽ കൊണ്ടുപോണേ? ഇവിടെ ചികിത്സയല്ലേ ഇവൾക്ക്? നീ മിണ്ടരുത്. അങ്ങനെ കണ്ണിക്കണ്ട എരപ്പകൾക്ക് ചികിത്സ നടത്താൻ തുടങ്ങിയതല്ല ശേഖരന് ആസ്പത്രി. നമുക്ക് ഇവിടുന്ന് പോവാം, വീട്ടിലേക്ക് പോവാം. തനിക്ക് സ്വന്തം രോഗം ചികിത്സിക്കാൻ കെട്ടിയതാണെന്ന് അറിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ പുറത്ത് ബോർഡ് കുഷ്ഠരോഗ ആശുപത്രി എന്ന് വേറെ എഴുതി വെക്കി. മനസ്സിന്റെ കുഷ്ഠം മാറ്റണ ആശുപത്രി. വേണ്ട, നമുക്ക് വീട്ടിൽ പോവാം. നിങ്ങൾ പുറത്തേക്ക് കടന്നു. ഞാൻ വരാം. ഈശ്വര, കഴുത്തിന് പകരം വലം കൈ അറുത്തതും, പിന്നെ കുഞ്ഞനന്തൻ എനിക്ക് പകരം മരിച്ചപ്പോ തല്ലിക്കൊല്ലാതെ വിട്ടതും നീലകണ്ഠന്റെ കഴിവുകേടായി കാണരുത് നീ. വലം കൈയിലേക്ക് ചോര ഓട്ടം കൂടിയപ്പോഴും ആയുധം താനെ കൈയിലേക്ക് വന്നപ്പോഴും മനസ്സിനെ ശരീരത്തെ ജയിക്കാൻ ഞാൻ ശീലിച്ചതിന്റെ ഫലമാണ് നീ. എന്താടോ നന്നാവാത്ത? അനായാസേന മരണം വിനാ ദൈന്യേന ജീവിതം. ദേഹിമ കൃപയാ ശംഭോ ത്വയീ ഭക്തി മഞ്ജല. അനായാസമായ മരണം, ദീനമില്ലാത്ത ജീവിതം നിന്നിൽ അചഞ്ചല ഭക്തനായി എനിക്ക് തന്നാലും ശംഭോ ശങ്കര ഗൗരീപദേ. അങ്ങനെ പ്രാർത്ഥിച്ച് കൂടേണ്ട പ്രായമായി ശേഖര. ഈശ്വരൻ നിന്റെ മുന്നിൽ വിളക്കായി തെളിയുമ്പോ അതിന്റെ നേർക്ക് തുപ്പരുത്. വഴി മാറടാ മുണ്ടക്കൽ ശേഖര. കൊന്നലടി. മംഗലശ്ശേരി നീലകണ്ഠൻ പണ്ട് ദേ കാണിച്ചതാ കൈവെട്ടി എടുത്തപ്പം. കാർത്തികനത് കാണിക്കില്ല, തലയെറിഞ്ഞ് തള്ളും. അവന്റെ അമ്മയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഈ കോപ്പെല്ലാം പൊളിച്ച്. എന്റെ പാവ അമ്മയ്ക്ക് ചികിത്സ ഇല്ലാത്ത ഈ ഹോസ്പിറ്റലിൽ ഇല്ലേ? മതി, വേണ്ട. ഇവിടെ കൊണ്ട് തീരുന്നില്ലെന്നും അത്രയ്ക്ക് വലിയ മുറിവ എന്റെ ഉള്ളിൽ വീണത്. അത് ഉണങ്ങാൻ കണ്ണീരെ വീട്ടാരുടേതായാലും ഇങ്ങോട്ട് വരാൻ ഞാനാ പറയുന്നത്. ഗുഡ് മോർണിംഗ് സർ. വെരി ഗുഡ് മോർണിംഗ്. മിസ്റ്റർ കാർത്തികേയൻ വണ്ടിയിലുണ്ട്. ഒന്ന് വിളിക്കടോ. വലിയ തിരക്കില്ലെങ്കിൽ can you spare a little time? Sure, sir. ഞങ്ങളിങ്ങനെ ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയതാ.
പബ്ലിക് പ്ലേസിൽ സ്മോക്കിംഗ് പാടില്ല. ഞാനിത് കത്തിക്കാറില്ല. അതെന്താ? ഒരു സ്റ്റൈലാണ്. വലിയ നിർത്തിയതാ, പക്ഷെ അങ്ങ് ഉപേക്ഷിക്കാൻ മടി. അതുകൊണ്ട് ഇങ്ങനെ കൊണ്ടു നടക്കും. ഗുഡ്. ഈ ശേഖരണങ്ങളിന്റെ മോളെങ്ങനെ? സാറ് കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയെ കുറിച്ചാണോ? അതെ, ഞാൻ ഇപ്പോഴല്ലേ പരിചയപ്പെട്ടതും കല്യാണം ആലോചിച്ചതുമല്ല. തന്റെ പഴയ ഫ്രണ്ടല്ലേ? പഴയ ഫ്രണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല, അറിയാം, കണ്ടിട്ടുണ്ട്. അത് തന്നെയാണ് എന്റെ ചോദ്യം. താൻ എന്താ അവളെ തീർത്തും അങ്ങ് അവോയ്ഡ് ചെയ്ത് കളഞ്ഞത്? ടൈം ഇല്ലായിരുന്നു സാർ. അവളെ എന്നല്ല, ഒരുപാട് പെൺപിള്ളേരെ അങ്ങനെ മിസ് ചെയ്തിട്ടുണ്ട്. കോളേജിൽ നിന്ന് ഇറങ്ങി പിന്നെ വൈകാതെ അങ്ങ് ബിസിയായി. എന്ത് ബിസി? സ്മഗ്ലിംഗ് ആയിരുന്നു. സ്പിരിറ്റ്, കുഴൽപ്പണം, ചന്ദനത്തൈലം, അങ്ങനെ ഓരോന്ന്. അണ്ടർവേൾഡ് പ്രിൻസ്. അണ്ടർവേൾഡ് അതൊരു പഴയ പ്രയോഗമല്ലേ? ഇന്ന് അതിന്റെ മീനിങ് ഇല്ല. അതാണ് വേൾഡ്. നമ്മുടെ പാവം ജനകോടികളല്ലേ അണ്ടർവേൾഡിൽ കഴിയുന്നത്. താൻ നല്ല സ്റ്റൈലായിട്ട് സംസാരിക്കുന്നു. ചുമ്മാതല്ല ആ കൊച്ചു തന്നെ കയറി പ്രേമിച്ചത്. അതേടോ, എന്റെ വുഡ്ബി എന്നോട് പറഞ്ഞു അവൾക്ക് വയസ്സറിയിച്ച കാലം തൊട്ടേ തന്നോട് ഭയങ്കര പ്രേമമായിരുന്നു. ആയിരിക്കും. ഞാൻ ഭയങ്കര ഗ്ലാമർ ആയിരുന്നു കുറച്ചു കാലം മുമ്പ്. ഇപ്പോഴും മോശമൊന്നുമില്ല. ഇല്ല, എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. താനെന്നല്ല നല്ല ഫോമിലായിരുന്നു. തട്ടുന്നോ കഴിവേറ്റുന്നൊക്കെ വെച്ച് കീറുന്നത് കേട്ടു. ചുമ്മാ പറഞ്ഞതായിരിക്കും അല്ലേ തന്തപ്പടി കൈവിട്ട മുതൽ പിടിക്കാൻ? എന്നെയും പറഞ്ഞല്ലോ ചിലത്. എനിക്ക് ഈ പറച്ചിൽ പണ്ടില്ലാത്ത സ്വഭാവമായിരുന്നു. ചെയ്താ ശീലം. എന്റെ ചെയ്ത്ത് കൂടിയപ്പം നാട്ടിൽ അക്രമവാസന കൂടുന്നു എന്നാണ് ചിലരുടെ കമന്റ്. കുട്ടികൾ വഴിതെറ്റുന്നു എന്ന്. അതുകൊണ്ട് ആദ്യം ഒരു റൗണ്ട് പറയും, പിന്നെ ചെയ്ത് കാണിക്കും. തനിക്ക് നല്ല ഇടി കൊണ്ട് ശീലമുണ്ട്. ഇടി എന്ന് പറഞ്ഞാൽ കൊടുക്കുക, കൊള്ളുക, വീണ്ടും കൊടുക്കുക, ഗിവ് ആൻഡ് ടേക്ക്. അതാണ് അതിന്റെ ഒരു ലൈൻ. ഞാൻ തിരിച്ചാ, എനിക്ക് പൊട്ടുത്താ ശീലം. അത് ഈ ലോക്കപ്പ് റൂമിൽ കയറ്റി കുനിച്ചേർത്തുള്ള കുത്തിന്റെ കാര്യമല്ലേ? അല്ലടാ, എനിക്ക് ലോക്കപ്പ് വേണമെന്നില്ല. നടുറോട്ടിലിട്ടും തല്ലും ഞാൻ. 5 കൊല്ലം ബോക്സിംഗ് ചാമ്പ്യൻ ആയതിന്റെ കപ്പിരിപ്പുണ്ട് വീട്ടില്. കാണണോ നിനക്ക്? കപ്പോ? അല്ല, ഇടി. ബാസ്കിംഗ് ഞാൻ പഠിച്ചിട്ടില്ല. പിന്നെ ഗരാട്ടെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, നടന്നില്ല. പിന്നെ ഗളരിപ്പൈറ്റ്, അത് കുറെ കാലം പഠിക്കണം പഠിക്കണം എന്ന് പറഞ്ഞ് നടന്നു, ടൈം കിട്ടിയില്ല. ആകെ അറിയാവുന്നത് നല്ല നാടൻ തല്ല. അതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തതുകൊണ്ട് ഗപ്പൊന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ ഇടിച്ച് പല്ല് തെറിപ്പിച്ചിട്ടുണ്ട് ചിലരുടെ. അതൊക്കെ ഞാൻ വീട്ടിലൊരു ഹോർലിക്സ് കുപ്പിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അല്ലടാ ഉണ്ണി, ഇത്രയും വരും കുപ്പി. എന്നാ നമുക്ക് തുടങ്ങാം. അല്ല, ഈ റോഡിൽ വെച്ച്, അതും സാറ് യൂണിഫോമില്. അത് വിട്. സാറിന് പറയാം, അതൊക്കെ വലിയ കേസാവും. കേസ് ചാർജ് ചെയ്യേണ്ടത് ഞാനല്ലേ? ഞാൻ ചെയ്യില്ലെങ്കിലോ? എന്നാലും അത് ശരിയാവില്ല. എന്താടാ പോലെയാടി മോനെ, നാക്കിന്റെ നീളം വെച്ച് വളവളാന്ന് ചെലക്കുമ്പോ നീ ഓർത്തില്ലല്ലേ ആമ്പിള്ളേരുടെ കൈക്ക് വന്ന് വീഴുന്നു? ശ്രീനിവാസ, സവാരി ഗിരിഗിരി, കയ്യട് മോനെ. നീ എന്നെ കൊണ്ട് ചെയ്യിക്കും.
സാർ കേറാൻ വണ്ടിയില്ലേ? വണ്ടിയിൽ കേറാം. കേറും. വഴിയെ പോയ അടി എരന്ന് വാങ്ങിയ നിങ്ങളുടെ ആഫീസർ കേസില്ല കേസാക്കില്ല എന്ന് പറഞ്ഞു തുടങ്ങിയ കളിയാ. ഇനി അവ കേസാക്കിയ ആചാര വെടിമുഴക്കി അവന്റെ ശവാടക്കം കൊണ്ടാടേണ്ടി വരും നിങ്ങൾ സഹപ്രവർത്തകർക്ക്. സവാരി ഗിരിഗിരി അളിയാ, ഞാൻ അവരോടൊപ്പം നീ ഒരു ചായ കുടിച്ചിട്ടാ പോടാ.